സന്ദർശനം. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കവിതയുടെ ആശയം: പ്രണയത്തിൻ്റെ മധുരതരമായ നിറപകിട്ടുള്ള ഓർമ്മകൾ നിറഞ്ഞ ഭൂതകാല അനുഭവങ്ങളും പ്രണയം നഷ്ടപ്പെട്ട് പരസ്പരം അപരിചിതരെ പോലെയാകുന്ന വർത്തമാനകാല അനുഭവങ്ങളും ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നു. വളരെ നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാതെ മൗനമായിരിക്കുന്ന പ്രണയികളിൽ നിന്നാണ് കവിത തുടങ്ങുന്നത്. അടുത്തിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് വളരെ അകലെയായ പ്രണയികൾ അനുഭവിക്കുന്ന തീവ്രമായ ഏകാന്തതയും മാനസിക സംഘർഷവും കവിതയിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനലിനപ്പുറം സന്ധ്യയാകുന്നതിൻ്റെ അടയാളം തെളിയുന്നു. പൊലിയുന്ന ജീവിതം പോലെ പകൽ വെളിച്ചം മങ്ങിക്കൊണ്ടിരിക്കുന്നു. സന്ധ്യാസമയത്ത് കൂടണയാൻ പറന്നുപോകുന്ന കിളികളെ പോലെ ഓർമ്മകളൊക്കെ തിരികെ കൂടണയുന്നു. പരസ്പരം കണ്ണുകളിൽ നോക്കിയിരിക്കവേ ഉള്ളിലെ വേദനകൾ അവർ മറക്കുന്നു. വാക്കുകൾക്കതീതമായ ഒരു സാന്ത്വനം അവർ അനുഭവിക്കുകയാണപ്പോൾ. പ്രണയം പൂത്തൊലിഞ്ഞു നിന്നിരുന്ന മധുരോദാരമായ ഭൂതകാലത്തേക്ക് ഒരു നിമിഷം ഓർമ്മകൾ പോകുന്നു. പ്രണയത്തിൻ്റെ ഊഷ്മളതയോ സൗന്ദര്യമോ ഇന്നില്ല. വിഹ്വലതകളും സംഘർഷങ്ങളും നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും വാക്കുകൾ പുറത്തേക്കു വരുന്നില്ല. കറപിടിച്ച ചുണ്ടുകളിൽ കവിത പോലും വറ്റിപ്പോയിരിക്കുന്നു. പുറത്തുവരാനാവാതെ തൊണ്ടയിൽ പിടയുന്ന നിശബ്ദമായ നിലവിളി മാത്രമാണ് ബാക്കി. പൊൻചെമ്പകം പൂത്ത കരളും കനകമൈലാഞ്ചി നീരിൽ തുടുത്ത പ്രണയിനിയുടെ കൈവിരൽ സ്പർശം നൽകിയ അനുഭൂതിയും ആ കണ്ണുകളുടെ ആകർഷകമായ കടാക്ഷമേറ്റ് പൂത്തുലഞ്ഞ മനസ്സുമെല്ലാം വീണ്ടും ഓർമ്മയിലെത്തി. മരണവേഗത്തിലോടുന്ന വണ്ടികളും തിരക്കാർന്ന നഗരവീഥികളും മദ്യത്തിൽ മുങ്ങി മരിക്കുന്ന നരകതുല്യമായ രാത്രികളും ഇടുങ്ങിയ സത്രച്ചുമരുകളുമാണ് വർത്തമാനകാല അനുഭവങ്ങൾ. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടലിൻ്റെ വേദനയനുഭവിക്കുകയാണ് കവി. അപ്പോഴും ഭൂതകാലത്തിലെ മധുരമായ ഓർമ്മകളിൽ തെളിയുന്ന പ്രണയിനിയുടെ മുഖം കവിക്ക് സാന്ത്വനമാകുന്നു. കടലും നദിയും സന്ധിക്കുന്ന സ്ഥലമാണ് അഴിമുഖം. വേർപാടിൻ്റെ, കരച്ചിലിൻ്റെ അഴിമുഖം കാണാതിരിക്കാനാണ് കവി പ്രാർത്ഥിക്കുന്നത്. കാരണം പറഞ്ഞു തീർക്കാൻ ഒത്തിരി സങ്കടങ്ങളുണ്ട്. അപ്പോൾ സംഗമം കരച്ചിലിൻ്റേതായി മാറും. മനസ്സുകൊണ്ട് പണ്ടേ അകന്നവരാണ് എന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് കവി പ്രണയത്തോട്, പ്രണയിനിയോട് യാത്ര പറയുകയാണ്. വിട പറയുമ്പോൾ കരയാതിരിക്കുവാൻ കവി മനസ്സിനെ പാകപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.